അങ്ങനെ നമ്മളെ യാത്രയിലെ ഏറ്റവും അവസാനത്തെ ഔട്ട് പോസ്റ്റായിട്ടുള്ള ഗോരക്ഷപ്പിലേക്കാണ് നമ്മുടെ യാത്ര. ഏകദേശം നമ്മൾ ഗോരക്ഷപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ. 16,942 അടി മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എവറസ്റ്റ് ബേസ് ക്യാമ്പ് അതുപോലെ കാലാപത്ര പോലുള്ള സ്ഥലങ്ങളിലേക്കുള്ള ലാസ്റ്റത്തെ ഹയസ്റ്റ് ഇൻഹാബിറ്റഡ് സ്റ്റോപ്പാണ് കേട്ടോ ഇത്. സോ നമ്മൾ ഏകദേശം ഗോരക്ഷപ്പ് ഏകദേശം എത്താനായിട്ടോ. മാക്സിമം ഒരു അരമണിക്കൂർ കൂടെ നമുക്ക് പോകാനുണ്ട്. പിന്നെ കയറിക്കൊണ്ടിരിക്കുന്നത് കൊള്ളാം. നമ്മൾ നടന്ന് പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൗണ്ട് എവറസ്റ്റിൻ്റെ വ്യൂ കാണാൻ പറ്റും കേട്ടോ. ഈ കാണുന്നതാണ് മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റുന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചൊരു കാര്യമല്ല. എപ്പോഴെങ്കിലും എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. നടക്കുന്നത് വിചാരിക്കാം. സോ ഫൈനലി നമ്മുടെ ലാസ്റ്റത്തെ ഡെസ്റ്റിനേഷനായ ഗോരക്ഷപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് വരുന്നത് 5165 മീറ്റർ എബോവ് സീ ലെവലാണ്. ഒരു അടിപൊളി സ്ഥലം കേട്ടോ. ഫുള്ള് മൗണ്ടൻസ് ഇങ്ങനെ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അതുപോലെ നമുക്ക് ഇവിടുന്ന് തന്നെ എവറസ്റ്റ് കാണാം കേട്ടോ. അപ്പോൾ ചെറിയ സംഭവമാണ് എവറസ്റ്റ്. നമുക്ക് ചെറുതായിട്ട് തോന്നുന്ന അത്ര താഴെയുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ട്രക്കിങ് എക്സ്പീരിയൻസ് ആണ്. വലിയ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. സത്യം പറഞ്ഞാൽ ഒരു ജലദോഷം പോലും വന്നിട്ടില്ല. ഒരു അടിപൊളി എക്സ്പീരിയൻസ്. എല്ലാവരും ഒന്നും ചെയ്യാം കേട്ടോ. നമ്മളെല്ലാ കൊല്ലവും നേപ്പാളിൽ ഓരോ ട്രക്ക് ചെയ്യാനാണ് പരിപാടി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ